Hi students, today we are discussing our third chapter, that is capacity planning. In this chapter we discuss what are the uh, capacity planning strategies, what is capacity planning process, etc. Okay, first we will discuss what is capacity. Capacity is the amount of goods that a firm is capable of producing over a specific period of time. Capacity can be defined as highest reasonable output rate which can be achieved with the current product specification, product mix, workforce, plant and requirement, equipment, etc. സോ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഗുഡ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദ ഹയസ്റ്റ് റീസണബിൾ ഔട്ട്പുട്ട് റേറ്റാണ് ഒരു കമ്പനിക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ, അതായത് നിലവിലുള്ള പ്രൊഡക്റ്റ് മിക്സ്, വർക്ക് ഫോഴ്സ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം റേറ്റ് ഓഫ് ഔട്ട്പുട്ടിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കമ്പനിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ സർവീസ് ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ്. കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഓവറോൾ മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓവറോൾ പ്രൊഡക്ഷന് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ്. ഇനി കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ നിലവിലുള്ള ലെവൽസ്, ലിമിറ്റ്സ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം, മെഷർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അല്ലേ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. അതേപോലെ നമുക്ക് ഇനിയൊരു നമ്മളൊരു പ്രതീക്ഷിക്കുന്ന കപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് വേണം, ലേബേഴ്സ് വേണം എന്നൊക്കെ നോക്കുന്നതാണ് ഈ മെറ്റീരിയൽ നമ്മുടെ കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് കപ്പാസിറ്റി ഏതൊക്കെയെന്ന് പറയാം. ടൈപ്സ് ഓഫ് കപ്പാസിറ്റി. ഫസ്റ്റ് വൺ മാക്സിമം കപ്പാസിറ്റി. എന്തായിരിക്കും മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഹയസ്റ്റ് റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, അതാണ് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാക്സിമം കപ്പാസിറ്റിയുടെ വേറൊരു പേരാണ് എന്ത്, ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ മാക്സിമം കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡ്യൂറേഷൻ ഓഫ് അവൈലബിൾ ഷിഫ്റ്റ്, ദ നമ്പർ ഓഫ് അവൈലബിൾ മെഷീൻസ് ആൻഡ് എംപ്ലോയീസ് പെർ ഷിഫ്റ്റ് ആൻഡ് ദ വർക്കിംഗ് ഡേയ്സ് ഇൻ എ പീരിയഡ് ഓഫ് കാൽക്കുലേഷൻ. അതായത് നമ്മൾ നിലവിലുള്ള ഷിഫ്റ്റുകൾ എത്രയാണ്, എത്ര എംപ്ലോയീസ് ഉണ്ട്, എത്ര മെഷീൻസ് ഉണ്ട്, എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മാക്സിമം കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ. നെക്സ്റ്റ് വൺ എഫക്റ്റീവ് കപ്പാസിറ്റി. Effective capacity identify the output rate that managers expect for a given activity or process. നമ്മളുടെ ഒരു ഗിവൺ സിറ്റുവേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഔട്ട്പുട്ടിനെയാണ് എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കറൻറ്റ് കണ്ടീഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഔട്ട്പുട്ടിനെയാണ് എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സാധാരണ എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം കപ്പാസിറ്റിനേക്കാൾ താഴെയായിരിക്കും. നമുക്ക് മാക്സിമം ഇത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര പ്രൊഡക്ഷനാണ് എന്നതാണ് എഫക്റ്റീവ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു കപ്പാസിറ്റി കൂടിയുണ്ട്. നെക്സ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റിയാണ്. സോ ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റിയുടെ വേറൊരു പേരാണ് ആക്ച്വൽ കപ്പാസിറ്റി. ദാറ്റ് ഈസ് ടു ഡീൽസ് വിത്ത് ആക്ച്വൽ റാദർ ദാൻ പ്ലാൻഡ് പ്രൊഡക്ഷൻ. നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നതാണ് ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സിംപ്ലി ആവറേജിങ് റെക്കോർഡഡ് ഫിഗേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ എത്രത്തോളം ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി, അതിൻ്റെ ആവറേജാണ് നമ്മുടെ ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് കപ്പാസിറ്റി. എങ്ങനെയാണ് നമ്മൾ ഒരു കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? The operation managers need a methodology for evaluating capacity and the activities that determine in the specific situations. The steps in the analysis form a process for calculating capacity as follows. അപ്പോൾ എന്തെല്ലാം ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്സാണ് ഒരു ഓപ്പറേഷൻ മാനേജർ ഫോളോ ചെയ്യേണ്ടത് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ?
ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദ ജനറൽ ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ പ്രോസസ്സ്. നമ്മുടെ കമ്പനിക്ക് അകത്തുള്ള ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്ന് ആദ്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ദെൻ എസ്റ്റാബ്ലിഷ് ദ ടൈം പീരിയഡ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടൈം പീരിയഡ് ഫിക്സ് ചെയ്യുന്നു. ദെൻ എസ്റ്റാബ്ലിഷ് എ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ ദ എൻറ്റയർ പ്രോസസ്സ്. ഇനി നമ്മുടെ കമ്പനിയുടെ എൻറ്റയർ പ്രോസസ്സിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് തീരുമാനിക്കുന്നു, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ദെൻ ഐഡൻറ്റിഫൈ ദ മാക്സിമം കപ്പാസിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ എഫക്റ്റീവ് കപ്പാസിറ്റി. ദെൻ ഡിറ്റർമിൻ ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി. അങ്ങനെ 3 തരത്തിലുള്ള കപ്പാസിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. നമുക്ക് മാക്സിമം എത്ര പ്രൊഡ്യൂസ് ചെയ്യാം, നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്, ദെൻ നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ കമ്പയർ ദീസ് 3 കപ്പാസിറ്റി. ദെൻ ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഡെമോൺസ്ട്രേറ്റഡ്, എഫക്റ്റീവ് ആൻഡ് മാക്സിമം കപ്പാസിറ്റി നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. ഇതിനടുത്തതാണ് നമ്മുടെ കപ്പാസിറ്റി പ്ലാനിങ് എന്താണെന്നാണ് പറയുന്നത്. സോ ഒരു കമ്പനിയുടെ കപ്പാസിറ്റി എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആരുടെയാണ്, ഓപ്പറേഷൻ മാനേജറുടെയാണ്. ഇനി നമ്മുടെ ലെവൽ ഓഫ് ഡിമാൻഡും ലെവൽ ഓഫ് ഓപ്പറേഷനും അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷനും മാച്ചിങ് ആയിരിക്കണം. അതാണ് നമ്മുടെ കപ്പാസിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലെവൽ ഓഫ് ഓപ്പറേഷനും ലെവൽ ഓഫ് ഡിമാൻഡും ഈക്വൽ ആയിരിക്കണം. ഇനി എന്താണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്? കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു ബി ക്യാരിഡ് ഔട്ട് കീപ്പിംഗ് ഇൻ മൈൻഡ് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റി പ്ലാൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻസൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഫ്യൂച്ചറിലെ ട്രെൻഡ്സ് ആയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സെയിൽസ് എന്തൊക്കെയാണ്, എക്സ്പാൻഷൻ ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കപ്പാസിറ്റി പ്ലാൻ ചെയ്യാൻ. ഇനി നമ്മുടെ ഡിമാൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഡിമാൻഡിൽ വേരിയേഷനൊന്നും വരാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കപ്പാസിറ്റി പ്ലാനിങ് ഈസിയാണ്. പക്ഷേ ഒരു ഡിമാൻഡ് അൺസ്റ്റേബിൾ അല്ലാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് എപ്പോഴും നമ്മുടെ ഈ കപ്പാസിറ്റീനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ കപ്പാസിറ്റി എന്ന് പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. എന്തെല്ലാമാണ് റീസൺസ് എന്ന് പറയുന്നുണ്ട്. സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് നീഡഡ് ടു മീറ്റ് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഇൻ ടൈം. ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മുടെ കപ്പാസിറ്റി നമ്മൾ സഫിഷ്യൻ്റ് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കറക്റ്റ് സമയത്ത് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ കപ്പാസിറ്റി എഫക്റ്റ് ദി കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. അതുകൂടാതെ നമ്മുടെ കമ്പനിയുടെ എഫിഷ്യൻസി, കോസ്റ്റ് എഫിഷ്യൻസിനെ കൂടി അത് ബാധിക്കും. കോസ്റ്റിനെ കൂടി ബാധിക്കുന്നുണ്ട്, കോസ്റ്റിംഗ് സിസ്റ്റത്തിനെ കൂടി ബാധിക്കുന്നുണ്ട്. ദെൻ എന്താണ്, കപ്പാസിറ്റി എഫക്റ്റ് ഷെഡ്യൂളിംഗ് സിസ്റ്റം, കമ്പനിയുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂളിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കപ്പാസിറ്റി റിക്വയർസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തിൻ്റെ കൂടി ആവശ്യമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏത് ഇമ്പോർട്ടൻ്റ് ആണ്, കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കമ്പനിയുടെ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ഒരു പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ കപ്പാസിറ്റി പ്ലാനിങ് നടത്തുന്നതാണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് ഇവിടെയാണ് നല്ല ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റി പ്ലാനിങ് ഇവിടെ, capacity planning is the process of predicting and defining the long-term and short-term capacity needs of an organization and determine how those needs will be satisfied. So capacity planning എന്ന് പറഞ്ഞാൽ it's a process of predicting and defining. നമ്മൾ മുൻകൂട്ടിയിട്ട് predict ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക എന്തൊക്കെയാണ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കപ്പാസിറ്റി നീഡ്സ് ഏതൊക്കെയാണ്, ഓർഗനൈസേഷൻ ലോങ് ടേം നീഡ്സ് എന്താണ്, ഷോർട്ട് ടേം നീഡ്സ് എന്താണെന്നൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കുക. ആൻഡ് ഹൗ ദോസ് നീഡ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്, എങ്ങനെ നമുക്ക് ഈ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം എന്നുകൂടി തീരുമാനിക്കുന്നതാണ് എന്ത്, കപ്പാസിറ്റി പ്ലാനിങ്. സോ കപ്പാസിറ്റി പ്ലാനിങ് എന്താ ചോദിച്ചാൽ എന്താ എഴുതുക, കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രെഡിക്റ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കപ്പാസിറ്റി നീഡ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ.